രാജ്യത്തെ അധികാരശക്തിയുടെ ആശയത്തെയോ ചിന്തകളെയോ ചോദ്യം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സിനിമകളോ ചെയ്താൽ കലാകാരന്മാർക്ക് പണി കിട്ടേണ്ടി വരും എന്നതിൻ്റെ ഒരു ഉദാഹരണമായി തീരുകയാണ് ഇപ്പോൾ നയൻതാരയും അവരുടെ മാപ്പപേക്ഷയും. അന്നപൂർണി ദ ഗോഡ്സ് ഓഫ് ഫുഡ് എന്ന സിനിമയുടെ നേരെയുണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെ ഇപ്പോൾ മാപ്പ് പറഞ്ഞിരിക്കുകയാണ് നയൻതാര. നിലേഷ് കൃഷ്ണയാണ് ഈ തമിഴ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റിലൂടെയാണ് മാപ്പ് പറഞ്ഞ് നയൻതാര ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അന്നപൂർണി എന്ന സിനിമയിലെ രംഗങ്ങളാണ് നേരത്തെ വിവാദത്തിലായത്. ചിത്രം ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതടക്കം നിരവധി പ്രതിഷേധങ്ങൾ ചിത്രത്തിന് നേരെ ഉയർന്നു വന്നിരുന്നു. സംഭവം വലിയ വിവാദമായതിനു ശേഷം നെറ്റ്ഫ്ലിക്സ് അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ചിത്രം പിൻവലിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. കൂടാതെ ചിത്രത്തിൻ്റെ നിർമ്മാതാക്കളായ സീ സ്റ്റുഡിയോസ് അടക്കം വിവാദത്തിൽ മാപ്പ് അപേക്ഷിച്ച് രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ചിത്രത്തിലെ പ്രധാന താരമായ നയൻതാര കൂടി മാപ്പപേക്ഷയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ജയ് ശ്രീറാം എന്ന തലക്കെട്ടിൽ നൽകിയ കത്ത് പോസ്റ്റ് ചെയ്താണ് നയൻതാര വിവാദത്തിൽ ക്ഷമ ചോദിച്ചിരിക്കുന്നത്. ഓം ചിഹ്നമുള്ള ലെറ്റർ പാഡാണ് മാപ്പപേക്ഷ കുറിക്കുന്നതിനായി നയൻതാര ഉപയോഗിച്ചിട്ടുള്ളത്. സെൻസർ ചെയ്യപ്പെട്ട് മുമ്പ് തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച സിനിമ OTTയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. ആരുടെയും വികാരം വ്രണപ്പെടുത്താൻ താനോ തൻ്റെ ടീമോ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് നയൻതാര കത്തിൽ പറയുന്നു. നയൻതാരയ്ക്കെതിരെ ചില സംസ്ഥാനങ്ങളിൽ പരാതികളെ തുടർന്ന് കേസ് വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ മാപ്പ് പറഞ്ഞിരിക്കുന്നത്. പ്രശ്നത്തിൻ്റെ വ്യാപ്തി എനിക്കറിയാം. ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളും നിരന്തരമായ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന ആളുമാണ് താൻ. അന്നപൂർണി സിനിമയുടെ ആളുകളെ പ്രചോദിപ്പിക്കാനാണ് ഉദ്ദേശിച്ചതെന്നും തൻ്റെ ഇതുവരെയുള്ള സിനിമാ ജീവിതത്തിലെ ലക്ഷ്യം പോസിറ്റീവ് സന്ദേശം പകർന്ന് കൊടുക്കുകയായിരുന്നുവെന്നും നയൻതാര മാപ്പപേക്ഷയിൽ പറയുന്നു. അന്നപൂർണി എന്ന സിനിമയിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു സ്ത്രീ കഥാപാത്രത്തെയാണ് നയൻതാര അവതരിപ്പിച്ചത്. ഇന്ത്യയിലെ മികച്ച ഷെഫ് ആകണമെന്നായിരുന്നു ഈ കഥാപാത്രത്തിൻ്റെ ആഗ്രഹം. അതിനായി തൻ്റെ സഹപാഠിയായ ഫർഹാൻ എന്ന കഥാപാത്രം മാംസം കഴിക്കുന്നതിനും വെക്കുന്നതിനും അന്നപൂർണിയെ സഹായിക്കുന്നു. ഇതുകൂടാതെ നയൻതാരയുടെ കഥാപാത്രം ഹിജബ് ധരിക്കുന്നതും മാംസം പാകം ചെയ്യുന്നതുമായ രംഗങ്ങൾ ചിത്രത്തിലുണ്ട്. ഈ രംഗങ്ങളാണ് വിവാദത്തിലേക്ക് നയിച്ചത്. ഡിസംബർ 1 തിയേറ്ററിലെത്തിയ അന്നപൂർണി ഡിസംബർ 29 നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്തത്. ഹിന്ദു വികാരം വ്രണപ്പെടുത്തി എന്നതിൻ്റെ പേരിലായിരുന്നു നയൻതാരക്കെതിരെയും അണിയറ പ്രവർത്തകർക്കെതിരെയും ഹിന്ദു സംഘടനകളുടെ കേസ് വന്നത്. ചിത്രത്തിൻ്റെ സംവിധായകൻ നിലേഷ് കൃഷ്ണ, നിർമ്മാതാക്കൾ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ കണ്ടന്റ് ഹെഡ് മോനിക ഷെർഗിൽ എന്നിവർക്കെതിരെയായിരുന്നു കേസെടുത്തത്. എന്നാൽ ചിത്രം വിവാദമാവുകയും നെറ്റ്ഫ്ലിക്സിൽ നിന്നടക്കം പിൻവലിക്കപ്പെട്ടതിൻ്റെയും സാഹചര്യത്തിൽ നിരവധി സിനിമാ ആസ്വാദകരും കലാപ്രവർത്തകരും ചിത്രത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. മലയാളത്തിൽ നിന്ന് നടി പാർവതി തിരുവോത്ത് അടക്കമുള്ളവർ പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തി. ഇൻസ്റ്റാഗ്രാമിലായിരുന്നു പാർവതി അവരുടെ പ്രതിഷേധക്കുറിപ്പ് രേഖപ്പെടുത്തിയത്. അപകടകരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ് താരം പങ്കുവച്ചിരുന്നത്. സിനിമ ഇത്തരത്തിൽ സെൻസറിങ്ങിന് വിധേയമാകുമ്പോൾ ശ്വാസം കിട്ടാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ടാകും എന്നാണ് അവർ പറഞ്ഞത്. ഹിന്ദുവിരുദ്ധത പ്രോത്സാഹിപ്പിക്കുന്നു എന്നതിൻ്റെ പേരിൽ നേരത്തെയും നിരവധി ചിത്രങ്ങൾ വിവാദങ്ങളിൽ ചെന്നുപെട്ടിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.